ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ചെറുനാരകവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ സ്വന്തം ഭാര്യയുടെ വീട്ടിലുള്ള ഒരു 4-5 വർഷം പ്രായമായ ഒരു ചെറുനാരകമാണ്. ഈ പ്രാവശ്യം നന്നായിട്ട് കാച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-20 കിലോ നാരങ്ങയാണ് അതിനകത്ത് കാച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ വരാൻ അല്പം താമസമുണ്ട്. പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്, താഴേക്കൊക്കെ ചാടി തുടങ്ങി. നദനയിൽ പഴുത്ത 2 നാരങ്ങ പറിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കൊരു 5-6 കിലോ നാരങ്ങ ഇന്ന് തന്നെ നമ്മൾ പറിച്ചുകൊണ്ട് പോയി. അതിൻ്റെ അകത്ത് പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇടയ്ക്കൂടെയൊക്കെ ഇഷ്ടം പോലെ കാച്ചെടുക്കുന്ന കാണാം. പല വലിപ്പത്തിലുള്ള പല മൂപ്പിലുള്ള നാരങ്ങകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ വയ്യെ ചനച്ചു തുടങ്ങിയ നാരങ്ങയാണ് പറിച്ചെടുക്കുന്നത്. വിളവെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് വിളവെടുക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് നമുക്ക് വിളവെടുത്ത് എടുക്കാൻ പാകത്തിന് അത് മൂത്ത് വരും. ഇപ്പോൾ ഏകദേശം 100-150 രൂപ വരെ അടുത്ത വിലയുള്ള സമയമാണ് ഇപ്പോൾ നാരങ്ങയ്ക്ക്. ഈ വേനൽക്കാലത്ത് നന്നായിട്ട് നാരങ്ങകളൊക്കെ കുടിക്കാനും വിറ്റാമിൻ സിയുടെ ഒരു കലവറയും കൂടിയാണ് ഇത് കൂടെയുള്ള സിട്രിക് ഫ്രൂട്ടുകൾ. അതുകൊണ്ട് ഇത് ശരീരത്തിൽ കടിക്കുന്നതും കുടിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇഷ്ടംപോലെ പഴം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. പഴവും വിളവായതൊക്കെ നമ്മൾ പറിക്കുന്നുണ്ട്, കാരണം താഴ്ചാടി പോകുന്നുണ്ട്. പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷികളോ അങ്ങനെ വേറെ ഒന്നും പറിച്ചുകൊണ്ട് പോകുന്നില്ല, കാരണം പുളിയായതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല. സാധാരണ പറമ്പിൻ്റെയൊക്കെ സൈഡിൽ അതിർത്തികളിലേക്കാണ് നാരങ്ങ നടുന്നത്. നമ്മുടെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മരം. അതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല. തന്നെയുമല്ല, അയൽക്കാർക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ ഒരു സഹായവുമാകുമല്ലോ. എല്ലാവരും കൂടെ നിന്നാണ് ഇന്ന് നാരകം പറിക്കുന്നത്. അളിയനും അമ്മയും നദനയിലുമൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് പറിക്കണമെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇടയ്ക്കൂടെ ഓരോ മുള്ളും കൂടെ ഉണ്ട്, ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള മുള്ളും കൂടെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ ഇതുപോലത്തെ എയർലെയർ ചെയ്തോ ബെഡായ നാരകങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇടയ്ക്കൊക്കെ ഒരു വെള്ളമൊക്കെ കുടിക്കാൻ നമ്മൾ കടയിനെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിക്കണമെന്ന് മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് വീണ്ടും വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നാരങ്ങ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇടയ്ക്കൂടെ പല വലിപ്പത്തിലുള്ള നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമ്മൾ വിളവെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7-8 ദിവസം കൂടുമ്പോൾ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും. നമ്മൾ പറിക്കാൻ താമസിച്ചുകൊണ്ടാണ് കുറേ പഴുത്തുപോയി, കുറേയൊക്കെ താഴ്ചാടി കിടക്കണ്ടായിരുന്നു. വലിയ വലിപ്പമില്ലാത്തതുകൊണ്ട് ആർക്കും താഴെ നിന്ന്